വർഷമായി ജന്മദേശം നടത്തുന്നത് ധീരമായ പത്രപ്രവർത്തനമാണെന്ന് കെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ജന്മദേശം പത്രത്തിന്റെ 42ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 42 വർഷമായി ജന്മദേശം നടത്തുന്നത് ധീരമായ പത്രപ്രവർത്തനമാണെന്ന് കെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ജന്മദേശത്തിന്റെ ശൈലി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പത്രം വിജയകരമായ 42 വർഷവും പിന്നിടാനുള്ള കാരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജന്മദേശം പത്രത്തിന്റെ 42ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി. ജവഹർലാൽ നെഹ്റുവാണ് 3 ഭാഷയിൽ നാഷണൽ ഹെറാൾഡ്, അതുപോലെ തന്നെ ഖാമി ആവാസ്, പിന്നെ 3ാമത്തെ ഒരു പത്രം. അപ്പോൾ ആ പത്രങ്ങളൊക്കെ ജവഹർലാൽ നെഹ്റു ആ പത്രത്തിൽ ഒരിക്കൽ പറഞ്ഞു, ഫ്രീഡം ഈസ് ഇൻ പെരിൽ, ഫൈറ്റ് അഗെയിൻസ്റ്റ് ഓൾ മൈറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാതന്ത്ര്യം അപകടത്തിലാണ്. ആ സ്വാതന്ത്ര്യത്തെ അപകടത്തിലായി സ്വാതന്ത്ര്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ അതിശക്തമായി ഡിഫെൻഡ് വിത്ത് ആൾ യുവർ മൈറ്റി, നമ്മുടെ സർവശക്തി ഉപയോഗിച്ച് അതിനെ എതിർക്കണം എന്നാണ് പറയുന്നത്. 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആ പത്രം നിരോധിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ കേരളത്തിലെ മലയാള ദിനപത്രങ്ങളിൽ ഏറെ, ഇവിടെ കുറിച്ചിത്താനം തന്നെ വന്നത് അദ്ദേഹം ദീപികയിലൂടെയാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ദീപിക. അപ്പോൾ 83-ൽ ആരംഭിച്ച ഈ ജന്മദേശം കഴിഞ്ഞ 42 വർഷക്കാലം അനുഭവിച്ച പീഡന കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളിൽ മലയാള പത്രങ്ങൾ വഹിച്ച പങ്കും അവരവഹിച്ച യാതനകളും വേദനകളും ഒക്കെ എത്ര വലുതാണെന്ന് നമ്മുടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നതാണ്. സോഷ്യൽ മീഡിയകളുടെ കാലമാണിത്. എന്നാൽ സോഷ്യൽ മീഡിയ പ്രവർത്തനം പലപ്പോഴും അതിരുകൾ കടക്കുകയാണ്. വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടന്മാരാവുകയാണ്. ഒരാളെ അപകീർത്തിപ്പെടുത്തി ആക്രമിക്കുന്നതിനെ മാധ്യമ സ്വാതന്ത്ര്യമായി കാണാൻ കഴിയില്ല. ദിവാനല്ല ദൈവം തന്നെ തെറ്റ് ചെയ്താലും ഞാൻ അത് എഴുതും എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടാണിത്. എന്നാൽ തെറ്റു ചെയ്യാത്ത ദൈവങ്ങളെ തെറ്റുകാരനാക്കരുത്. പലപ്പോഴും ചില സോഷ്യൽ മീഡിയകൾ അതാണ് ചെയ്യുന്നത്. ആ രീതി ശരിയല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ജില്ലാ പഞ്ചായത്ത് അംഗം K സബീഷ്, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ, ബാലതാരം ശ്രീപദ് ധ്യാൻ, YMCA പ്രസിഡന്റ് സാജു തോമസ്, സിജോ M ജോസ് എന്നിവർ സംസാരിച്ചു. ചീഫ് എഡിറ്റർ മാനുവൽ കുറിച്ചിത്താനം സ്വാഗതവും സേതു മംഗളം നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കാഞ്ഞങ്ങാട്ടെ പ്രമുഖ ബിസിനസ്സുകാരൻ BR ഷേനായി, പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ T അബൂബക്കർ ഹാജി, പ്രശസ്ത വയലിനിസ്റ്റ് ആദ്യ വിജയൻ, വാർത്താ വായനയിൽ 5 കൊല്ലം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനി വേദിക, ചലച്ചിത്ര താരങ്ങളായ റിഹ രാജ്, ജിയ രാജ്, നൃത്താധ്യാപകൻ റെജി മാർട്ടിൻ ജോൺ, പ്രശസ്ത ഗായിക സാനിമ സതീശൻ, സിനിമാ താരം ആവണി ആവൂസ്, ബാലമജീഷ്യൻ ഹൃദയ് ദേവ്, ഡോക്യുമെന്ററി നിർമ്മാതാവ് ചന്ദ്രൻ കാരളി, നീലേശ്വരം മുനിസിപ്പാലിറ്റിയുടെയും അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആദരിച്ചു. ആദ്യ വിജയന്റെ വയലിൻ വിസ്മയവും സാനിമ സതീഷിന്റെ നാടൻപാട്ടും ഹൃദയ് ദേവ് മാജിക്കും ഗീത അശോകിന്റെ സിനിമാ ഗാനവും കാരളി തത്വമസി മൂവീസിന്റെ വിവിധ കലാപരിപാടികളും വാർഷികാഘോഷ പരിപാടിക്ക് കൊഴുപ്പേകി. MP, MLA, കാഞ്ഞങ്ങാട് നീലേശ്വരം നഗരസഭാ ചെയർമാൻമാർ, അജാനൂർ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം, സിനിമാ സീരിയൽ താരങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.